ഞങ്ങളുടെ നേരെ ഒരു വിരൽ ചൂണ്ടിയാൽ 4 വിരൽ നിങ്ങളുടെ നെഞ്ചു നേരെയാണ് നിങ്ങൾ മറക്കണം. ഞങ്ങളൊരു തെറ്റ് ചെയ്താൽ നിങ്ങൾ പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, പ്രതിപക്ഷ അംഗങ്ങൾ പറഞ്ഞു, ഞങ്ങളൊരു തെറ്റ് ചെയ്താൽ ഇത് തെറ്റാണ്, ഞങ്ങൾക്കത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ഒരു മാപ്പ് കൂടി പറഞ്ഞ് അത് പിൻവലിക്കും. സർക്കാർ നികുതി കൊടുക്കുന്ന ഒരു ജെനുവിൻ ടാക്സ് പെയർ, അതുപോലുള്ള നിരവധി ആളുകൾ പൂട്ടിപ്പോവുകയാണ്. ആ ജെനുവിൻ ടാക്സ് പെയർ പൂട്ടിപ്പോയി കഴിഞ്ഞാൽ അതിന്റെ ആദ്യത്തെ ഇര ഗവൺമെന്റാണ്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നികുതി വെട്ടിപ്പുകാരോട് കർശനമായി അവരെ നേരിടും, ഒരു സംശയം വേണ്ട. ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല നികുതി വെട്ടിപ്പുകാരോട്. എല്ലാം തിരിച്ചടിക്കും. ഞങ്ങൾ ശ്രദ്ധിച്ചേ ചെയ്യുള്ളൂ, വളരെ ശ്രദ്ധിച്ചേ ഞങ്ങൾ ചെയ്യുള്ളൂ. ഞങ്ങൾക്ക് കേരളത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്യില്ല, ഒരു വകുപ്പിലും ചെയ്യില്ല. അടുത്ത 3 മാസം കഴിയുമ്പോൾ മുതൽ എന്റെ വാക്കാണ്, ഈ സർക്കാരിന് വേണ്ടിയിട്ടുള്ള വാക്കാണ്. ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന പല കാര്യങ്ങൾക്കും ഈ 3 മാസം കഴിയുമ്പോൾ മുതൽ ഇതിന്റെ ഡെലിവറി ഉണ്ടാവും, റിസൾട്ട് ഉണ്ടാവും. കേരളത്തിൽ അധികാരമേറ്റെടുത്തതിന് തൊട്ടു പിന്നാലെ വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ നിയമസഭയിൽ അവതരിപ്പിച്ചത് ഒരു ധവളപത്രമായിരുന്നു. കേരളത്തിൻ്റെ പൊതു സാമ്പത്തിക ആരോഗ്യം എങ്ങനെയാണ് എന്ന് ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഈ ധവളപത്രത്തിലുള്ളത് ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളായിരുന്നു. നമ്മുടെ പൊതുകടം അപകടകരമായ നിലയിലേക്ക് ഉയർന്നു നിൽക്കുന്നതും നമ്മുടെ വരവിൻ്റെ 70% ശമ്പളവും പെൻഷനും പലിശയുമായി ചെലവഴിക്കപ്പെടുന്നതും കേരളത്തിൻ്റെ വികസനത്തെ എത്തരത്തിൽ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് കൃത്യമായി ഈ ഒരു ഡോക്യുമെൻ്റ് വിശദീകരിച്ച് നൽകുന്നുണ്ട്. എന്നാൽ കടത്തിൻ്റെ കണക്ക് പറഞ്ഞ് മലയാളികളെ ഭയപ്പെടുത്തുകയല്ല വി ഡി സതീശൻ എന്ന ഭരണാധികാരി ചെയ്യുന്നത്. ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ഇത് വൈകിയിട്ടില്ല എന്നും തിരികെ വരുവാൻ ഇനി നമുക്ക് മുമ്പിൽ സാധ്യതകളുണ്ട് എന്നും അദ്ദേഹം ആത്മവിശ്വാസം ഓരോ ഘട്ടത്തിലും പ്രകടിപ്പിക്കുന്നുണ്ട്. കേരളത്തെ പുരോഗതിയുടെ നല്ല നാളുകളിലേക്ക് തിരികെ കൊണ്ടുവരുവാനുള്ള ആർജവവും കൃത്യമായ ഒരു കർമ്മ പദ്ധതിയും UDF സർക്കാരിനുണ്ട് എന്നും ഇച്ഛാശക്തിയോടുകൂടി അത് നടപ്പാക്കുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറയുമ്പോൾ ഏറെ പ്രത്യാശയോടുകൂടിയാണ് കേരളം ആ വാക്കുകൾക്ക് കാതോർക്കുന്നത്. ഇപ്പോൾ ബഡ്ജറ്റിന് ശേഷം ധനാഭ്യർത്ഥന ചർച്ച നടത്തിയപ്പോഴും ഈ കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് വി ഡി സതീശൻ വളരെ വ്യക്തമായി ജനങ്ങളോട് വിശദീകരിച്ചത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ വി ഡി സതീശൻ നിയമസഭയ്ക്കുള്ളിൽ സംവദിക്കുന്നത് ഭരണപക്ഷത്തിനോ പ്രതിപക്ഷത്തിനോ മാത്രം വേണ്ടിയല്ല, നേരെ മറിച്ച് അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകളും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്നൊരു കൃത്യമായ ബോധ്യം ജനങ്ങൾക്കും ഈ അവസരത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ അദ്ദേഹത്തെ ആകാംക്ഷാപൂർവ്വം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൾക്കുമായി കാത്തിരിക്കുന്നത്. വി ഡി സതീശൻ തൻ്റെ പ്രസംഗത്തിൽ വളരെ കൃത്യമായ ചില കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു ഭരണാധികാരി എന്ന നിലയിൽ വി ഡി സതീശൻ്റെ മികവ് വ്യക്തമാക്കുന്നത് സംസ്ഥാനത്തിൻ്റെ വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നത് മാത്രമല്ല അദ്ദേഹം ചിന്തിക്കുന്നത് എന്നുള്ളിടത്താണ്. നേരെ മറിച്ച് നമ്മളുടെ വരുമാന ചോർച്ചയുണ്ടാകുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി തിരിച്ചറിയുവാനും അവയിൽ ഏതിനൊക്കെ കൃത്യമായി തടയിടുവാൻ സാധിക്കുമെന്നും വി ഡി സതീശൻ എന്ന ഭരണാധികാരിയും മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും കൃത്യമായി പഠിക്കുന്നുണ്ട് എന്നിടത്താണ് കേരളത്തിന് പ്രതീക്ഷയുയരുന്നത്. വി ഡി സതീശൻ വളരെ ലളിതമായ ഒരു ഉദാഹരണം ഇന്നലെ നിയമസഭയിൽ പങ്കുവെക്കുകയുണ്ടായി. നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെടുത്തിയ ഒരു ഉദാഹരണമാണ് അദ്ദേഹം പങ്കുവച്ചത്. 100 കോടി രൂപയുടെ ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ അതിൽ 40 മുതൽ 50% വരെയുള്ള ചെലവ് എന്ന് പറയുന്നത് തൊഴിലാളികളുടെ വേതനമാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഈ ഒരു തൊഴിൽ മേഖലയിൽ, നിർമ്മാണ തൊഴിൽ മേഖലയിൽ ബഹുഭൂരിപക്ഷവും സാന്നിധ്യം അറിയിക്കുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളാണ്. അതുകൊണ്ട് തന്നെ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് കിട്ടുന്ന ഈ പണം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ചെലവഴിക്കപ്പെടുകയാണെങ്കിൽ മാത്രമേ അത് നമുക്കൊരു സുസ്ഥിര സാമ്പത്തിക വികസന മോഡലായി മാറുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ നിലവിലെ സ്ഥിതി അതല്ല എന്നും അന്യസംസ്ഥാന തൊഴിലാളികൾ ഇത്തരത്തിൽ തങ്ങൾക്ക് കിട്ടുന്ന വേതനം പ്രതിമാസമല്ല ഓരോ ആഴ്ചയിലും തങ്ങളുടെ ഹോം സംസ്ഥാനത്തേക്ക്, തങ്ങളുടെ സ്വന്തം സംസ്ഥാനത്തേക്ക് ഗൂഗിൾ പേ വഴി ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതോടെ ആ പണം കേരള വിപണിയിലേക്ക് എത്തുന്നില്ല എന്നും ആത്യന്തികമായി അത് കേരളത്തിൻ്റെ വികസനത്തിന് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റിന് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നില്ല എന്നും വി ഡി സതീശൻ പറയുന്നുണ്ട്. എന്നാൽ അന്യസംസ്ഥാന തൊഴിലാളികളെ മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിന് ഈ മേഖലകളിൽ മുൻപോട്ട് പോക്കില്ല എന്നും വി ഡി സതീശൻ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ഇതിനൊരു ബദൽ എന്ന വേണം, ഇതേ ഒരു മോഡൽ വിദേശത്തുള്ള മലയാളികളും അന്യസംസ്ഥാനത്തുള്ള മലയാളികളും അനുവർത്തിക്കേണ്ട ഒരു ആവശ്യകതയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അതായത് അന്യസംസ്ഥാനങ്ങളിലും വിദേശത്തും ജോലി ചെയ്യുന്ന മലയാളികൾ ഇത്തരത്തിൽ നമ്മുടെ നാട്ടിലുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾ അവരുടെ സ്വന്തം നാട്ടിലേക്ക് തങ്ങളുടെ വേതനത്തിൻ്റെ സിംഹഭാഗവും അയക്കുന്നത് പോലെ നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ വിദേശ മലയാളികളും അന്യസംസ്ഥാന മലയാളികളും പണം അയച്ചാൽ അത് കേരളത്തിൽ വലിയ രീതിയിലുള്ള ഉത്തേജനമാകുമെന്നും ഒരു റെമിറ്റൻസ് എക്കോണമിയായി നമുക്ക് മാറണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്.
എന്നാൽ ഇപ്പോൾ റിവേഴ്സ് റെമിറ്റൻസിൻ്റെ കാലഘട്ടമാണെന്നും നമ്മുടെ ഇവിടെ നിന്നുള്ള പണം പോലും പുറത്തേക്ക് ഒഴുകുമ്പോൾ ആനുപാതികമായി അല്ലെങ്കിൽ അതിൽ കൂടുതൽ വർദ്ധിച്ച തോതിൽ ഇങ്ങോട്ടേക്ക് മലയാളികളുടെ പണം എത്തുന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ നിക്ഷേപകന്റെ ആത്മവിശ്വാസം ഉയർത്തിക്കൊണ്ട് അന്യസംസ്ഥാനത്തും അന്യരാജ്യത്തും ജോലി ചെയ്യുന്ന മലയാളികൾക്ക് കേരളം ഒരു നിക്ഷേപ ഭൂമിയാണ് എന്ന ആത്മവിശ്വാസവും അവരുടെ നിക്ഷേപങ്ങൾക്ക് പരിരക്ഷയും മികച്ച റിട്ടേണുകളും ലഭിക്കുകയാണെങ്കിൽ മാത്രമേ അവർ ഇത്തരത്തിൽ കേരളത്തിലേക്ക് പണം പമ്പ് ചെയ്യുകയുള്ളൂ എന്നും വി ഡി സതീശൻ തിരിച്ചറിയുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള ഒരു എക്കണോമിക് മോഡൽ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ബദൽ ഇവിടെ ആവിഷ്കരിക്കുമെന്നും നടപ്പാക്കുമെന്നും 3 മാസങ്ങൾക്കുള്ളിൽ തന്നെ അതിൻ്റെ മാറ്റങ്ങൾ മലയാളികൾക്ക് ദൃശ്യമാകുമെന്നും വി ഡി സതീശൻ ആത്മവിശ്വാസത്തോടു കൂടി നിയമസഭയിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വഴിയോര കച്ചവടക്കാർ കാണുമ്പോൾ ചെറുതാണെന്ന് തോന്നുമെങ്കിലും വഴിയോര കച്ചവടക്കാർ നമ്മുടെ സാമ്പത്തിക രംഗത്തിന് ഏൽപ്പിക്കുന്ന ആഘാതത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ വഴിയോര കച്ചവടക്കാരുടെ സാന്നിധ്യവും അവരുടെ വിപണിയും തകർക്കുന്നത് സത്യസന്ധമായി നികുതി കൊടുത്ത് കടവാടകയ്ക്കെടുത്ത് തൊഴിലാളികളെ നിയമിച്ച് കച്ചവടം നടത്തുന്ന സത്യസന്ധരായ കച്ചവടക്കാർക്കാണെന്നും വി ഡി സതീശൻ തിരിച്ചറിയുന്നുണ്ട്. ഇത്തരത്തിൽ നികുതി ചോർച്ച ഇല്ലാതാക്കിക്കൊണ്ട് വഴിയോര കച്ചവടങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് കൃത്യമായ നികുതി പിരിച്ചെടുക്കുവാനുള്ള സംസ്ഥാനത്തിൻ്റെ സംവിധാനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ നികുതി ചോർച്ച തടഞ്ഞാൽ അത് സംസ്ഥാനത്തിന് വലിയ രീതിയിലുള്ള സാമ്പത്തിക ആനുകൂല്യം നൽകുമെന്ന ഒരു മികച്ച ഭരണാധികാരിയുടെ തിരിച്ചറിവാണ് വി ഡി സതീശൻ്റെ വാക്കുകളിൽ ദൃശ്യമാകുന്നത്. എന്നാൽ ഇത്തരം നീക്കങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോൾ സ്വകാര്യ മേഖലയെ കൈപിടിച്ചുകൊണ്ട് തന്നെ സർക്കാർ നിയന്ത്രണം നിലനിർത്തിക്കൊണ്ട് തന്നെ കൈപിടിക്കുന്ന സർക്കാരിൻ്റെ നയം നടപ്പാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ അതിനെതിരെ പ്രതിഷേധമുയർത്തിക്കൊണ്ട് പിന്തിരിപ്പൻ നയങ്ങളുമായി ഇടതുപക്ഷം കളത്തിലിറങ്ങുമെന്നും വി ഡി സതീശന് കൃത്യമായ തിരിച്ചറിവുണ്ട്. എന്നാൽ ഇതിനു മുമ്പിൽ തോറ്റുപോവില്ല എന്നും മുട്ടുമടക്കില്ല എന്നും അതിനെ അടിച്ചമർത്തിക്കൊണ്ട് തന്നെ കേരളത്തിനെ വികസനത്തിൻ്റെ പാതയിലേക്ക് നയിക്കുമെന്നും വി ഡി സതീശൻ പറയുമ്പോൾ ഇച്ഛാശക്തിയുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഭരണാധികാരിയുടെ വാക്കുകളായിട്ട് മാത്രമേ നമുക്കതിനെ നോക്കിക്കാണുവാൻ കഴിയുകയുള്ളൂ. താൻ പറയുന്നത് ചെയ്യും എന്ന ഒരു പ്രവൃത്തി ഗുണം വി ഡി സതീശൻ എല്ലാ കാലത്തും കാണിച്ചിട്ടുണ്ട്. ആ ഒരു പ്രവൃത്തി ഗുണം തന്നെയാണ് ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചിട്ടുള്ളത്. കേരളത്തെ സ്നേഹിക്കുന്ന ഓരോ മലയാളികൾക്കും ആത്മവിശ്വാസം പകരുന്ന പ്രതീക്ഷയുടെ പ്രത്യാശ പകർന്നു നൽകുന്ന വി ഡി സതീശൻ്റെ ആ നിയമസഭാ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാൻ ഇപ്പോഴും കരുതുന്നില്ല വല്ലാതെ വൈകി എന്ന് ഞാൻ കരുതുന്നില്ല, ഞങ്ങൾ ആരും കരുതുന്നില്ല. പക്ഷേ ഇനിയും വൈകാൻ നമുക്ക് പാടില്ല. അതുകൊണ്ട് നമുക്ക് വേണം സാറേ, നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചുകൊണ്ടെന്ന് ആവർത്തിക്കുന്നില്ല, നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് വേണം. ഇവിടെ പറഞ്ഞല്ലോ വ്യവസായ മന്ത്രി, പണം ഉണ്ടാകണം, ആക്ടിവിറ്റി ഉണ്ടാകണം, ഇക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടാകണം. അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് റെമിറ്റൻസ് ഇക്കോണമി, അതായിരുന്നു ബാക്ക് ബോൺ എന്ന് അവകാശപ്പെട്ടിരുന്നത്. അവിടെ ജോലി നഷ്ടപ്പെട്ട ആളുകൾ തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഏത് ഘട്ടത്തിലും ഉണ്ടാവാം. ഇപ്പൊ തന്നെ ഒരു യുദ്ധം നമ്മുടെ തലയ്ക്ക് മീതെ നിൽക്കുകയായിരുന്നു. എത്ര ബിസിനസ് സ്ഥാപനങ്ങളാണ് തകർന്നത്, അതിന്റെ ഇമ്പാക്ട് എന്തായി? ഗ്ലോബൽ വില്ലേജ് ആണ്. ചെറിയൊരു പ്രശ്നം എവിടെയെങ്കിലും ഉണ്ടായാൽ അതിന്റെ പരിണതഫലം ഉണ്ടാകും. അവിടെ ഇനിയും കൂടുതൽ ആളുകൾക്ക് ഈ ഗൾഫ് നാടുകളിൽ ജോലിക്കുള്ള അവസരമുണ്ടോ? കുറെ ആളുകൾ തിരിച്ചു വരും. അവരെ നമുക്ക് റീഹാബിലിറ്റേറ്റ് ചെയ്യണം. അവരയക്കുന്ന പണത്തിന്റെ തോത് കുറഞ്ഞു വരും. ആ റെമിറ്റൻസ് എക്കോണമിയെ ഇപ്പോൾ തന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഇക്കോണമി ആക്കി അതിന്റെ ഒരു പെർസെന്റേജ് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി, കേരളത്തിൽ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യാൻ, കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്താൻ, ഗുണപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് റെമിറ്റൻസ് ഇക്കോണമി ഈ ഇൻവെസ്റ്റ്മെന്റ് ഇക്കോണമിയായി മാറണമെന്ന്. നമ്മൾ ആരും ഇതുവരെ പരിശോധിക്കാത്തൊരു കാര്യമുണ്ട്. പണം ഉണ്ടാകണമല്ലോ. പണം ഉണ്ടായാലേ ഉള്ളു. കറൻസിയുടെ മാജിക് എന്താണ്? എൻ്റെ കയ്യിൽ നിന്നും നിങ്ങളുടെ കയ്യിലേക്കും, നിങ്ങളുടെ കയ്യിൽ നിന്നും മൂന്നാമന്റെ കയ്യിലേക്കും, മറ്റുള്ളവരുടെ കയ്യിലേക്കും കൈമാറ്റം ചെയ്യപ്പെടേണ്ട ഒരു വിനിമയ മാധ്യമമാണ് കറൻസി. ആ കറൻസി ഇല്ലാതായാലോ ലിക്വിഡിറ്റി ക്രഞ്ചാണ്. ആക്ടിവിറ്റി ഇല്ലാതാവും. ആക്ടിവിറ്റികൾ കുറഞ്ഞാൽ ഈ പൈസയുടെ സർക്കുലേഷൻ കുറയും. നമ്മൾ ഈ റെമിറ്റൻസ് എക്കോണമിയെ പറ്റി നമ്മൾ എപ്പോഴും പറയാറുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് അയക്കുന്ന പണം. നമ്മൾ കേരളം ഇതുവരെ ഞങ്ങൾ പരിശോധിക്കാൻ പോവാണ്. റിവേഴ്സ് റെമിറ്റൻസ് ഉണ്ട് കേരളത്തിൽ. അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ 4 മില്യനും 5 മില്യനും ഇടയിൽ, 40 ലക്ഷത്തിനും 50 ലക്ഷത്തിനും ഇടയിൽ ആളുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, ഇതര സംസ്ഥാനങ്ങളിൽ നിന്നൂടെ ജോലി ചെയ്യുന്നുണ്ട്. സാർ, അവര് ആഴ്ചയിൽ ഒരു ദിവസം അവർക്ക് കൂലി കിട്ടുന്നത് ശനിയാഴ്ച. വളരെ കുറച്ച് പൈസയാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് മദ്യപിക്കുന്നതിന്റെ പൈസ മാത്രമാണ് കാര്യമായിട്ട് സർക്കാരിലേക്ക് വരുന്നത്. അത് കുറച്ച് പെർസെന്റേജ് ആണ് അവരില്. ബാക്കിയുള്ളത് അവർ വളരെ ചെലവ് ചുരുക്കിയാണ് ജീവിക്കുന്നത്. അവർ ഗോതമ്പ് പൊടിയും ഉള്ളിയും സവാള പിന്നെ ദാലുമാണ്, പരിപ്പുമാണ് അവർ വാങ്ങിക്കുന്നത്. അറിയാലോ, പെരുമ്പാവൂർ MLA കൃത്യമായിട്ട് വളരെ കുറച്ച് പൈസ സ്പെൻഡ് ചെയ്യും.
അവര് നേരത്തെ തിങ്കളാഴ്ച രാവിലെയാണ് അവർ പണം അങ്ങോട്ട് അയച്ചിരുന്നത്. ഇപ്പൊ അവർ ഗൂഗിൾ പേയിൽ ശനിയാഴ്ച പേയ്മെന്റ് കിട്ടിയാൽ ഉടനെ ഗൂഗിൾ പേയിൽ അവർ ഈ പൈസ അയക്കുകയാണ്. സർ, റിവേഴ്സ് റെമിറ്റൻസ് ആയി. അതായത് ഞാനൊരു ഉദാഹരണം പറയാം. ഒരു 15 കൊല്ലം മുമ്പ് കൊച്ചി നഗരത്തിൽ ഒരു 100 കോടി രൂപയുടെ കെട്ടിടം പണിതാൽ, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് 100 കോടി രൂപയുടെ ഒരു കെട്ടിടം പണിതാൽ അതിൽ 40 മുതൽ 50% വരെ പണം ലേബർ ചാർജായി ഈ തിരുവനന്തപുരം നഗരത്തിലും സമീപ പ്രദേശത്തുമുള്ള തൊഴിലാളികളുടെ വീട്ടിലേക്ക് എത്തുമായിരുന്നോ? 40-50 കോടി, 40% to 50% ലേബർ ചാർജ്. ഇപ്പൊ ആ പണം എങ്ങോട്ടാ പോകുന്നത്? ഒറ്റയാളില്ലല്ലോ നമ്മുടെ ആരും. എല്ലാം ഇതര സംസ്ഥാനങ്ങളിൽ വരുന്ന ജീവനക്കാരാണ്. ഈ പറയുന്ന ഈ തിരുവനന്തപുരത്തും അല്ലെങ്കിൽ കൊച്ചിയിലും കേരളത്തിലും സർക്കുലേറ്റ് ചെയ്യപ്പെടേണ്ട പൈസയാണ് റിവേഴ്സ് റെമിറ്റൻസ് ആയിട്ട് ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത്. നമ്മുടെ ഇക്കോണമിയുടെ അടിത്തറ മാന്താണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ മറികടക്കാൻ പറ്റും? അവരെല്ലാം പറഞ്ഞുവിടാൻ പറ്റുമോ? പറഞ്ഞുവിടാൻ പറ്റില്ല. ഇവിടെയുള്ള ആളുകൾ വന്ന് ആ ജോലി ചെയ്യില്ല. അതൊരു സിറ്റുവേഷനാണ്. റെമിറ്റൻസിനെ കുറിച്ച് നമ്മൾ അഭിമാനിക്കുകയും കോളർ പൊക്കി കാണിക്കുകയും ചെയ്യുന്ന അതേ അവസരത്തിൽ അപകടകരമായ ഇക്കോണമിയെ അതിന്റെ അടിത്തറ മാന്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു റിവേഴ്സ് റെമിറ്റൻസ് ഉണ്ട്. ഈ ഗവൺമെന്റ് അത് വിശദമായി പഠിച്ചാൽ ഇക്കോണമിയെ എങ്ങനെയാണ് ബാധിച്ചിട്ടുള്ളത് നോക്കും. അപ്പൊ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താ? നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ പരമാവധി ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരിക. പോർട്ട് സിറ്റി എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു അഡ്വാൻറ്റേജ്. എന്താണ്? 600 കിലോമീറ്റർ ദൂരം കടലുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്. ലോകരാജ്യങ്ങളെല്ലാം അത്തരം കടലുകളുള്ള എല്ലാ അഡ്വാൻസ്ഡ് ആയ രാജ്യങ്ങളും ഇവിടെ പറഞ്ഞു. ദുബായിയുടെ ഇക്കോണമിയെ കുറിച്ച് പറഞ്ഞു. എണ്ണ പറ്റിപ്പോയിട്ടും ദുബായ് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വ്യവസായ മന്ത്രി എക്സ്പ്ലെയിൻ ചെയ്തത്. ദുബായ് പോർട്ട് ദുബായിയുടെ GDP-യിലേക്ക് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ 28 to 30%. അതാണ് ഒരൊറ്റ പോർട്ട്. അപ്പൊ ആ പോർട്ട് കേരളം മുഴുവൻ ഡെവലപ്പ് ചെയ്ത് ഇൻവെസ്റ്റ്മെന്റുകൾ കൊണ്ടുവന്ന് നമുക്ക് അതിനെ ഡെവലപ്പ് ചെയ്ത എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടാകും. നമുക്ക് അതിൽ നിന്ന് പണം ഉണ്ടാവും. എക്കണോമിക് ആക്ടിവിറ്റി നടക്കുമ്പോൾ നമുക്ക് പണം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഡീവിയേറ്റ് ചെയ്ത്, അതുകൊണ്ടാണ് ഏവിയേഷൻ ഹബിനെ കുറിച്ച് ആലോചിച്ചത്, കൂടുതൽ MSME-കളെ കുറിച്ച് ആലോചിച്ചത്. ആ MSME-കൾക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അതിന് നമുക്ക് പണം വേണം. ലാൻഡ് ബാങ്ക് പോളിസി വേണം. റവന്യൂ മന്ത്രിയോട് പറഞ്ഞു. ആ ലാൻഡ് ബാങ്കുകൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഭൂമി ഉപയോഗിക്കാൻ പറ്റുന്നത്? നമ്മുടെ ഇക്വിറ്റി, ഇപ്പൊ PPP സംരംഭങ്ങളിൽ നമ്മുടെ ഇക്വിറ്റി ലാൻഡാക്കി മാറ്റണം. ബാക്കി പണം പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് വേണം. അല്ലെങ്കിൽ നമ്മൾ പബ്ലിക് ഇഷ്യൂ കൊണ്ടുവന്ന് NRI ആളുകളുടെ പബ്ലിക് ഇഷ്യൂ കൊണ്ടുവന്നിട്ട് നമുക്ക് കുറെ ഇക്കണോമിക് മോഡൽസ് ഗവൺമെന്റ് വളരെ ഗൗരവതരമായി ഒരു 1/2 ഡസനോളം ഇക്കണോമിക് മോഡലുകളെ കുറിച്ച് ആലോചിക്കുകയാണ്. ഗവൺമെന്റ് ഉണ്ട് അവിടെ. ഗവൺമെന്റിന്റെ പ്രസൻസ് ഉണ്ട്, ഗവൺമെന്റിന്റെ കൺട്രോൾ ഉണ്ട്, ഗവൺമെന്റ് ശ്രദ്ധിക്കും. പക്ഷേ ആ ഗവൺമെന്റിന്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് തന്നെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരാൻ വേണ്ടിയിട്ടുള്ള 1/2 ഡസനോളം എക്കണോമിക് മോഡൽസ് ആണ് ഈ ഗവൺമെന്റ് ഇൻവെസ്റ്റേഴ്സിന്റെ മുന്നിൽ വെക്കുന്നത്. അവര് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺവിക്ഷൻ ഉണ്ട്, നമുക്ക് ബോധ്യപ്പെട്ടത് നടക്കും കേരളത്തിൽ. നമ്മൾ അവരോട് നിങ്ങൾ പോയി നടപടിക്രമങ്ങൾ തുടങ്ങാൻ പറഞ്ഞാൽ അവർക്ക് എത്രയും പെട്ടെന്ന് സഹായിച്ച് അവരുടെ എല്ലാവിധ തടസ്സങ്ങളും വളരെ പെട്ടെന്ന് നീങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം വേണം. അതിനാണ് ഇൻവെസ്റ്റ്മെന്റ് ഇതുണ്ടാക്കിയത്. അപ്പോ അതുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മുടെ വരുമാനം, നമ്മുടെ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കണം. ഞങ്ങള് ടാക്സ് ഡ്രൈവ് നടത്താൻ പോവാ. ടാക്സ് വർദ്ധിപ്പിക്കണം. 1 രൂപ ടാക്സ് ഈടാക്കിയിട്ടില്ല. ആരുടെയും തലയിൽ അഡീഷണൽ ആയിട്ടുള്ള നികുതി ഭാരം കെട്ടിവെക്കാതെ ഒരു ഓൾട്ടർനേറ്റീവ് ആണ് ആലോചിക്കുന്നത്. ഒരു ഓൾട്ടർനേറ്റീവ്. ആ ഓൾട്ടർനേറ്റീവ് ചെയ്യുമ്പോഴും നികുതി വർധനവ് ഉണ്ടാകണം. ടാക്സ് അഡ്മിനിസ്ട്രേഷൻ, നികുതി ഘടന പൂർണ്ണമായി പുനഃസംഘടിപ്പിച്ചുകൊണ്ട്. ഇപ്പൊ GST-യിൽ ഒരുപാട് പ്രശ്നമുണ്ട്. നമ്മുടെ കൺട്രോൾ കുറവാണ്. GST കൗൺസിലിനാണ് കൺട്രോൾ. മുൻ ധനകാര്യമന്ത്രിക്ക് അറിയാം. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വലിയ തോതിൽ ഒരു ടാക്സ് ഡ്രൈവ് നടത്തി നമുക്ക് മാറ്റം ഉണ്ടാക്കണം. എന്തുമാത്രം സാധനങ്ങളാണ് കേരളത്തിൽ ടാക്സ് ഇല്ലാതെ കൊണ്ടുവന്ന് വിൽക്കുന്നത്? ചെക്ക് പോസ്റ്റിൽ ക്യാമറയില്ല, ഒരു സംവിധാനമില്ല. ആളുകൾ കൊണ്ടുവന്ന് വിൽക്കുകയാണ്. ആര് ചോദിക്കാനും പറയാനും ആരുമില്ല. അത് നടക്കില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നികുതി വെട്ടിപ്പുകാരോട് കർശനമായി അവരെ നേരിടും. ഒരു സംശയം വേണ്ട. ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല നികുതി വെട്ടിപ്പുകാരോട്. 2 പ്രശ്നമാണ്. ഒന്ന്, സംസ്ഥാനത്തിന്റെ ഖജനാവിന് കിട്ടേണ്ട വരുമാനം ഇല്ലാതാവുന്നു. 2, ഇവര് കൊണ്ടുവന്ന് ഈ കള്ളക്കച്ചവടം നടത്തുമ്പോൾ, ഞാൻ അതേ വാക്ക് ഉപയോഗിക്കുന്നു, കള്ളക്കച്ചവടം നടത്തുമ്പോൾ കട ഇട്ട് വാടക കൊടുത്ത് ഇലക്ട്രിസിറ്റി ചാർജ് കൊടുത്ത് അല്ലേ
വാട്ടർ ചാർജ് കൊടുത്ത് എംപ്ലോയീസിനെ വെച്ച് അവർക്ക് ശമ്പളം കൊടുത്ത് സർക്കാർ നികുതി കൊടുക്കുന്ന ഒരു ജെനുവിൻ ടാക്സ് പെയർ, അതുപോലുള്ള നിരവധി ആളുകൾ പൂട്ടിപ്പോവുകയാണ്. ആ ജെനുവിൻ ടാക്സ് പെയർ പൂട്ടിപ്പോയി കഴിഞ്ഞാൽ അതിന്റെ ആദ്യത്തെ ഇര ഗവൺമെന്റിനാണ് നഷ്ടമുണ്ടാകുന്നത്. യഥാർത്ഥ നികുതിദായകരെ സർക്കാർ എല്ലാ സഹായവും അവർക്ക് ചെയ്തു കൊടുക്കുകയും അവരെ പൂർണ്ണമായി പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും. പക്ഷെ നികുതി വെട്ടിക്കുന്നവരോട് ഒരു സമീപനം കർശനമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നികുതി വെട്ടിപ്പ് വ്യാപകമായി കേരളത്തിൽ നടക്കുന്നുണ്ട്. ആ നികുതി വെട്ടിപ്പ് കർശനമായ നടപടികൾ സ്വീകരിച്ച് അത് അവസാനിപ്പിക്കും. എന്നിട്ട് നികുതി വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞങ്ങളുടെ നേരെ ഒരു വിരൽ ചൂണ്ടിയാൽ 4 വിരൽ നിങ്ങളുടെ നെഞ്ചിന് നേരെയാണ് നിങ്ങൾ മറക്കേണ്ടത്. ഒന്നും ചെയ്യില്ല. നിങ്ങളിവിടെ ബഹളമുണ്ടാക്കിയ ഒന്നും വേണ്ടാത്തതൊന്നും ഈ ഗവൺമെന്റ് ചെയ്യില്ല. വേണ്ടാത്തതൊന്നും. ഇനി പ്രതിപക്ഷം നന്നായി വർക്ക് ചെയ്തോ. ഞങ്ങളൊരു തെറ്റ് ചെയ്താൽ നിങ്ങൾ പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, പ്രതിപക്ഷ അംഗങ്ങൾ പറഞ്ഞു, ഞങ്ങളൊരു തെറ്റ് ചെയ്താൽ ഇത് തെറ്റാണ്, ഞങ്ങൾക്കത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ഒരു മാപ്പ് കൂടി പറഞ്ഞ് അത് പിൻവലിക്കും. അതിന് നിങ്ങൾ യു ടേൺ എന്നോ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. തെറ്റ് പറ്റും, ഗവൺമെന്റുകൾക്ക് തെറ്റ് പറ്റും, വ്യക്തികൾക്ക് തെറ്റ് പറ്റും. പക്ഷെ ഒരു സതുദ്ദേശത്തോടുകൂടി ഇൻ ഗുഡ് ഫൈത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കേണ്ടത്, തിരുത്തേണ്ടത് പ്രതിപക്ഷമാണ്. നിങ്ങൾ ശരിയായ കാര്യം ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങൾ തിരുത്തും. പക്ഷേ പ്രചരണം, ലൈഫ് പദ്ധതി നിർത്താൻ പോകുന്നു, കേരളം മുഴുവൻ സ്വകാര്യ വൽക്കരണമാണ്, എന്തെല്ലാമാണ് പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ ദിവസം മദ്യത്തിന്റെ കാര്യം ഇന്നിവിടെ വീണ്ടും പറഞ്ഞു. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഞാൻ പഴയ കഥ 2021 തൊട്ടുള്ള ഫയൽ ഇവിടെ വായിച്ചപ്പോ ആരാണ് അതിന് പോയത്? ഇതുപോലൊരു പോക്ക് പോയതാ. ഏത് ഈ മിനറലിന്റെ കാര്യത്തിൽ പോയ പോലത്തെ ഒരു പോക്ക് പോയതാ. എല്ലാം തിരിച്ചടിക്കും. ഞങ്ങൾ ശ്രദ്ധിച്ചേ ചെയ്യുള്ളൂ, വളരെ ശ്രദ്ധിച്ചേ ഞങ്ങൾ ചെയ്യുള്ളൂ. ഞങ്ങൾക്ക് കേരളത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്യില്ല, ഒരു വകുപ്പിലും ചെയ്യില്ല, ഒരാളും ചെയ്യില്ല. ഞങ്ങൾ പരസ്പരം കൂടിയാലോചിച്ചും ചർച്ച ചെയ്തും രാഷ്ട്രീയ തീരുമാനമെടുക്കേണ്ടടുത്ത് രാഷ്ട്രീയ തീരുമാനമെടുത്തും ചെയ്യും. നമുക്കെല്ലാവർക്കും ചേർന്ന് നമ്മുടെ കേരളത്തെ രക്ഷിക്കണം. നമ്മൾ കൺവെൻഷനായി പറഞ്ഞു വരുന്ന ചില വാക്കുകൾ ഉപയോഗിച്ച് സർക്കാർ ചെയ്യുന്ന ഈ ബജറ്റിൽ അത്തരം ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഈ ബജറ്റിൽ ഒരുപാട് കാര്യങ്ങൾ വെച്ചിരിക്കുന്നത്. മാറ്റമുണ്ടാകും. ഞാൻ നിങ്ങളോട് പറയുന്നു, അടുത്ത 3 മാസം കഴിയുമ്പോൾ മുതൽ എന്റെ വാക്കാർ ഈ സർക്കാരിന് വേണ്ടിയിട്ടുള്ള വാക്കാർ ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന പല കാര്യങ്ങൾക്കും ഈ 3 മാസം കഴിയുമ്പോൾ മുതൽ ഇതിന്റെ ഡെലിവറി ഉണ്ടാവും, റിസൾട്ട് ഉണ്ടാവും, ഡെലിവറി ഉണ്ടാവും. അതിന്റെ പുറകെയാണ് ഈ സഭാ സമ്മേളനം അവസാനിച്ചാൽ ഞങ്ങൾ എല്ലാം മാറ്റിവെച്ച് ഇതിനു വേണ്ടി പൂർണ്ണമായി അർപ്പിച്ച് ഈ പരിപാടികളുമായി മുന്നോട്ട് പോകും. ഓരോ ക്വാർട്ടറും നോക്കിക്കോ, ഓരോ 3 മാസം കഴിയുമ്പോഴും അഭിമാനത്തോടെ നമ്മുടെ നാടിന്, ഞങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ നാടിന് അഭിമാനിക്കാൻ പറ്റാവുന്ന മാറ്റങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടാകും. ഞങ്ങൾ കോൺഫിഡന്റാ. നിങ്ങൾ കൂടി അത്തരം കാര്യങ്ങളിൽ ഒരു ക്രിയാത്മകമായ ഒരു പോസിറ്റീവായിട്ടുള്ള അപ്രോച്ച് ഉണ്ടാകണം എന്ന് മാത്രം വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ധനാഭ്യർത്ഥനകൾ പാസാക്കി തരണം എന്നാവശ്യപ്പെടും.